ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ബൺ മസ്ക ആൻഡ് സ്പെഷ്യൽറ്റി. ആരാടോ ഈ പുതുമുഖങ്ങള്? ഇവന്മാരെ നമുക്ക് ഭീഷണിയാവോ? ഇവന്മാരുടെ കാര്യം എനിക്ക് വിട്, ഞാൻ ഡീൽ ചെയ്തോളാം. ബൺ മസ്ക ട്രെൻഡ് അല്ലേ? കഴിച്ചാ ആ സ്ഥാനത്ത് നിങ്ങളെ കൊല്ലാൻ പറ്റൂട്ടോ. അതൊരു പുതിയ അറിവാണല്ലോ. നീ കണ്ടുവച്ച പരിപാടി എന്താ? ഒരു ക്ലൂ തരാം. ட்ரெண்டிங்கிறது ஒரு சீசா மாதிரி. மேலே இருக்கிறவனை எவன் பிடிச்சி கீழே இறக்குறானோ அவன் தான் மேலே ஏறுவான். ഓ അങ്ങനെ. ഞങ്ങളുടെ പൺമസ്ക കഴിക്കൂ, ഇത്ര പ്രശ്നമൊന്നുമില്ല. ക്വാളിറ്റി 100% ആണ്. എന്റെ തള്ളിപ്പൊളി നീ പരിപാടി തരുന്ന നിർത്തിയില്ല. നമ്മളെ പലതും പറഞ്ഞു പലരും തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അളിഞ്ഞു നാറിയ പൂർവ്വകഥകളെല്ലാം മറച്ചു വെച്ച് മാന്യനായി നീ അഭിനയിക്കണം അല്ലേ? നമ്മൾ കാണുന്ന പലതും വെറും മാർക്കറ്റിംഗ് തന്ത്രമാണ്. എന്തോ ഇതെന്തോ പാര വെക്കാനുള്ള പുറപ്പാടാ. Now, let's get the BS and focus on something important. കണ്ടോ, ഇനി മണപ്പള്ളി പവിത്രൻ കളി മാറ്റി കളിക്കുക. ഹംഗ്രി ബ്രനാണ് എന്ത് ബിസിനസ്സിലാണ് ചോദിക്കാം. ബൺ മസ്ക പോലത്തെ പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഒരു റെസ്റ്റോറന്റ് തുടങ്ങിക്കൂടെ? എന്താ ഇത്? ഇതിനെ ഞങ്ങളിവിടെ ചായ എന്ന് പറയും. എങ്ങനെയുണ്ട്? ഐഡിയ. ഞാൻ കുളിച്ച് റെഡിയായി വരുമ്പോഴേക്കും 3-4 മെസ്സേജ് വന്നു കഴിഞ്ഞു ഹംഗ്രി ബ്രനാളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഒരുപാട് പേരെ തിരിച്ച് കോൺടാക്ട് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് എന്ത് പ്രതിക്കാവോ? ലക്ഷപ്രഭുക്കളാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഒരു ഉഗ്രം കോൾ വന്നിട്ട് ബാക്കിയുള്ള കളിയൊക്കെ ഞാൻ കളിച്ചോളാം. നല്ല ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയ സാധാരണ ഭക്ഷണം കൊടുക്കുന്ന ബിസിനസ്സിലാണ് ഹംഗ്രി ബ്രനാൾ. വി തിങ്ക് ദാറ്റ്സ് ദ ഫ്യൂച്ചർ. സോ ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തോളൂ. ബൺ മസ്ക ട്രെൻഡ് അല്ലേ? അതിന് നിങ്ങളെ കൊല്ലാൻ പറ്റൂട്ടോ. ഇനി എന്തിനാ നിക്കണേ? ഇവനെ ഒരു വഴിക്കാക്കിയപ്പോ നിനക്ക് സമാധാനായില്ലേ? വാ നടക്ക്.